ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി മുക്തയുടെ അമ്മയുടെ കാറിൽ പ്രസവ വേദന വന്ന് സഹിക്കാൻ കഴിയാതെ കരയുന്ന പെൺകുട്ടിയെയും അമ്മയെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി പോവാൻ നിൽക്കുന്ന സമയത്ത് മുക്തയുടെ അമ്മ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ കൂടെ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എൻ്റെ ആരുമല്ല അവരിവിടെ വഴിയിൽ പ്രസവവേദന വന്ന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റു വാഹനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിന് ഞാൻ കൈ തടഞ്ഞു നിർത്തിയത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പാർവതിയുടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് കാണുന്നതോടുകൂടി മുക്തയുടെ അമ്മയ്ക്ക് പാർവതിയോട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ്. എന്നിട്ട് പാർവതിയോട് മിത്രയുടെ അമ്മ പറയണേ, ഞാൻ എൻ്റെ മകളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ പാർവതി ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പാർവതി പറയണ, അത് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലാണല്ലോ, നിങ്ങളുടെ മകളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളുടെ പേര് ചിന്നു എന്ന് പറയുന്ന സമയത്ത് ചിന്നു അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ കൂടി നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയട്ടെ. അങ്ങനെ ഹോസ്റ്റലിലേക്ക് പാർവതിയും മിത്രയുടെ അമ്മയും കൂടി നടന്നുകൊണ്ട് സൈക്കിളും തള്ളിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് മിത്രയുടെ അമ്മ പാർവതിയോട് കൂടുതൽ അടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കളങ്കമില്ലാതെ പാർവതി തുറന്ന മനസ്സോടെ മിത്രയുടെ അമ്മയോട് സംസാരിക്കുന്നതും എല്ലാം പെരുമാറുന്നതും ഒക്കെ കാണുന്ന സമയത്ത് മിത്രയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഹോസ്റ്റലിലെത്തിയ ശേഷം മിത്രയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാനിവിടെ 2-3 തവണ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ മോളെ നിനക്ക് പരിചയപ്പെടണ്ടേ, വാ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് പോവാൻ സമയമായി, വൈകിയാൽ എനിക്ക് അവിടെ പ്രശ്നമാണ് എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, വൈകി കഴിഞ്ഞാൽ എന്നെ കരുണാകരൻ സാറ് ഇടിച്ചിട്ട് പിഴിയും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ മിത്രയുടെ അമ്മ നിർബന്ധിക്കുന്നത് കൊണ്ട് പാർവതി സൈക്കിൾ അവിടെ നിർത്തിയ ശേഷം ആരാണ് മകൾ എന്ന് പരിചയപ്പെടാൻ വേണ്ടി മിത്രയുടെ അമ്മയോടൊപ്പം പാർവതിയും ഹോസ്റ്റലിലേക്ക് കയറാണ്. അപ്പോൾ മിത്രയുടെ അമ്മയാണ് ആദ്യം കയറി പോകുന്നത്. അപ്പോഴാണ് മിത്ര പുറത്തു നിന്നും കൂട്ടുകാരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അമ്മയെ കാണുന്ന സമയത്ത് മിത്ര ഓടി ചെന്നിട്ട്, അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അമ്മ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ 2-3 ദിവസം തങ്ങാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ മിത്ര പെട്ടെന്ന് അങ്ങ് പതറുകയാണ്. അപ്പോഴാണ് പാർവതിയും ഒപ്പം കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ പാർവതിയെ കാണുന്ന സമയത്ത് മിത്രയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്, മിത്രയുടെ ശത്രുവല്ലേ പാർവതി, അത് അമ്മയ്ക്കറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പാർവതിയോട് മിത്രയുടെ അമ്മ പറയാണ്, ഇതാണ് എൻ്റെ മകൾ ചിന്നു എന്ന് പറയുന്ന സമയത്ത് പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇത്രയും നല്ല അമ്മയുടെ മകളാണോ ഇവൾ, എന്നിട്ടാണോ ഇവളുടെ മനസ്സ് ഇത്രയ്ക്ക് ദുഷിച്ചത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ പാർവതിയെ കുറിച്ച് ഒരുപാട് അങ്ങ് പുകഴ്ത്തി പറയുകയാണ് മിത്രയുടെ അമ്മ, നല്ല മനസ്സിൻ്റെ ഉടമയാണ്, ഞാനും ഇവളും ഒരുമിച്ചാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ മിത്ര ചോദിക്കുകയാണ്, അതല്ല അമ്മയ്ക്ക് എങ്ങനെ പാർവതിയെ കിട്ടി, അമ്മ എങ്ങനെ പാർവതിയെ പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മിത്രയുടെ അമ്മ മിത്രയോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഈ പാർവതി, ഇതുപോലെ ഒരു മോളെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, എൻ്റെ മോളും ഇതുപോലെ ആവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ പാർവതി മനസ്സുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് മിത്രയെ നോക്കാൻ കേട്ടോ. അമ്മയെ പറഞ്ഞു പറ്റിക്കുന്ന ഇവളെയൊക്കെ ഉണ്ടല്ലോ, അമ്മയോട് ഇവളുടെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പറഞ്ഞു കൊടുത്താൽ ആ അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പാർവതി മിത്രയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് മിത്ര നല്ല അഭിനയിച്ചുകൊണ്ട് പാർവതിയോട് നല്ല കൂട്ടുള്ളത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്നിട്ട് മോൾക്കറിയോ, എൻ്റെ മോളെ നിനക്കറിയോ എന്ന് മിത്രയുടെ അമ്മയെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളിവിടുകയാണ് കേട്ടോ പാർവതിയും മിത്രയും കൂടിയിട്ട്. അപ്പോൾ മിത്ര പാർവതിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ നീ വശത്താക്കിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഈ അമ്മ അറിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് പാർവതി മിത്രയുടെ അമ്മയോട് പറയണേ, എന്നാൽ ഞാൻ അങ്ങ് പോട്ടെ മേഡം, എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് എത്തണം എന്നും പറഞ്ഞ് പാർവതി പിന്നെ അവിടെ നിന്നും പോവാണ് കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലെ വാർഡൻ മിത്രയുടെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്, എന്നിട്ട് സ്വീകരിക്കാൻ കേട്ടോ. അപ്പോൾ മിത്രയുടെ അമ്മ ചോദിച്ചറിയാണ് വാർഡനോട്, മിത്രയെക്കുറിച്ച് എങ്ങനെയുണ്ട് ഇപ്പോൾ എൻ്റെ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നോക്കുകയാണ് വാർഡൻ മിത്രയെക്കുറിച്ചൊന്ന് നോക്കുമ്പോൾ മിത്ര അങ്ങ് പതറിയിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ എന്നുള്ള ഭാവത്തിൽ ദയനീയമായിട്ടാണ് കേട്ടോ വാർഡനെ നോക്കുന്നത്. അങ്ങനെ മിത്രയുടെ അമ്മയുടെ മുന്നിൽ, ഇവളിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവളെയൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയുന്ന സമയത്ത്, അല്ല എനിക്ക് ഇവളെക്കുറിച്ച് അറിയണം, ഇവളെ ഞാൻ ഇതുവരെയും ശരിയാക്കിയിട്ട് അവൾ ശരിയായിട്ടില്ല, ആരോടും ഒന്നും നല്ലതുപോലെ പെരുമാറില്ല, എപ്പോഴും എടുത്തു ചാടിക്കൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും, ഇങ്ങനെ ടെൻഷൻ ആവേണ്ട മിത്രയുടെ അമ്മ എന്നൊക്കെ വാർഡൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ മിത്രയോട് വാർഡനോടൊപ്പം വരാൻ പറയട്ടോ. മിത്രയുടെ അമ്മയും കൂടി
3 പേരും കൂടി പോകുന്ന സമയത്ത് മിത്ര പറയാണ്, അമ്മേ എനിക്ക് കമ്പനിയിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം, ഞാൻ വൈകുന്നേരത്ത് അമ്മയോട് സംസാരിക്കാം എന്ന് പറയട്ടോ. അങ്ങനെ വാർഡൻ്റെ കൂടെ മിത്രയുടെ അമ്മ അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് മിത്രയുടെ ഫ്രണ്ട്സുകളോട് പറയാണ്, എത്രയും പെട്ടെന്ന് നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ആക്ക്, ആകെ മുഷിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അമ്മയ്ക്ക് അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ല, അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം മാറിയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള വരവാണ്, നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ കമ്പനിയിലേക്ക് പോകുന്നത്. ഈ സമയം കൈലാസ് പാർവതി വിളക്ക് കൊളുത്തുന്നത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പാർവതിയോട് കൈലാസ് ചോദിക്കുകയാണ്, അല്ല പാർവതി, എന്നാണ് നീ എൻ്റെ വീട്ടിൽ ഇതുപോലെ വിളക്ക് കൊളുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയാണ്, അമ്മയുടെ അസുഖം മാറുന്നത് വരെ ഞാൻ അവിടെ വന്ന് വിളക്ക് കൊളുത്തിക്കോളാം സാർ എന്ന് പറയട്ടോ. അപ്പോൾ കൈലാസ് പറയണേ, ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് സാർ ഇങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, സാർ ഒന്ന് വ്യക്തമായി പറ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ എന്ന് പാർവതി പറയാണ്. അപ്പോൾ കൈലാസ് പറയണേ, എനിക്ക് നിന്നെ ആദ്യമായി നിൻ്റെ നാട്ടിലേക്ക് ഞാൻ വന്ന സമയത്ത് നിന്നെ ഞാൻ ആദ്യം കണ്ട ഉടനെ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ പലപ്പോഴും നിന്നെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്, നിന്നെ ഇനി എങ്ങനെ കാണും എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിലായിരുന്ന സമയത്താണ് യാദൃശികമായിട്ടാണെങ്കിലും നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി, ഞാനും നീയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ദൈവമായിട്ട് നമ്മളെ എന്തോ തരത്തിൽ ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പാർവതി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു പാർവതി എന്നങ്ങ് പറയുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ പാർവതിയോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൈലാസിൻ്റെ ഓഫീസ് റൂമിലേക്ക് പ്രിയൻ വരുന്നത്. എന്നിട്ട് കഥകിൽ അങ്ങ് പ്രിയൻ തട്ടുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കൈലാസ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ ഇതെന്താ ആലോചിച്ച് കൂട്ടിയതാണോ എന്ന് കൈലാസ് സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. പാർവതിയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി കൈലാസ് മനസ്സിൽ ഒരുക്കി വെച്ച കാര്യങ്ങളാണ് ആ സമയത്ത് കൈലാസ് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കൈലാഷ് പാർവതിയെ നോക്കുന്ന സമയത്ത് പാർവതി തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കൈലാസ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെല്ലാം ഞാൻ ചിന്തിച്ചു കൂട്ടിയതാണോ, അപ്പോൾ ഞാൻ പാർവതിയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ പ്രിയം പറയാണ്, എന്താണ് സാർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കും. ഒന്നുമില്ല പ്രിയ, എന്താ കാര്യം എന്ന് പ്രിയനോട് ചോദിക്കുകയാണ്. സാറ് തിരക്കിലാണോ, എങ്കിൽ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് പ്രിയൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് കൈലാഷ് പറയുന്നത്, ഇല്ല കുഴപ്പമില്ല പ്രിയ, എന്താണ് നീ വന്ന കാര്യം പറ എന്ന് കൈലാഷ് പറയണം. പാർവതി പറയാണ്, വിളക്ക് കൊളുത്തിയില്ലേ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ സാർ, എനിക്കവിടെ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയാം, എന്നാ നീ പൊയ്ക്കോ പാർവതി എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി പോകുന്നത് കൈലാഷും പ്രിയനും നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി എങ്ങനെ പാർവതിയോട് ഞങ്ങളുടെ ഇഷ്ടം തുറന്നു പറയണം എന്നുള്ള ഭാവത്തിലാണ് രണ്ടുപേരും പാർവതി പോകുന്നത് നോക്കി നിൽക്കുന്നത്. അപ്പോൾ പ്രിയൻ കൈലാഷിനോട് ചോദിക്കുകയാണ്, അല്ല സാർ, PKR സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാ സ്റ്റാഫുകളോടും അവിടെ വന്ന് നിൽക്കാൻ പറയാനാണ്, എത്ര മണിക്കാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് കുഴപ്പമില്ല, അച്ഛൻ എന്തായാലും വരുന്നില്ല, എനിക്കാണ് അവരോട് സംസാരിക്കാനുള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയൻ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കൈലാഷ് പ്രിയനോട് ചോദിക്കുകയാണ്, പ്രിയ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ പെട്ടെന്ന് അങ്ങ് പതർച്ചയോട് കൂടിയിട്ട്, എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്നെ ഒരു മുതലാളിയായൊന്നും കാണണ്ട, ഞാനിവിടുത്തെ ഓണറാണെന്നും നീ ചിന്തിക്കേണ്ട, നീ എന്നോട് ഒരു ഫ്രണ്ടായി കണ്ട് സംസാരിച്ചാൽ മതി, പ്രിയ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ അങ്ങ് പുഞ്ചിരിയോട് കൂടി പറയാണ്, ഞാനും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൈലാഷ് അങ്ങ് ചിരിച്ചുകൊണ്ട് പറയാണ്, അതെന്തായാലും നന്നായി, നീ എന്നിട്ട് അവളോട് നിന്റെ സ്നേഹം തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇതുവരെയും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയും. കൈലാഷ് പറയാണ്, അത് ശരി, നീയും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ലേ നിന്റെ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാർ, അതെന്താ അങ്ങനെ പറഞ്ഞത്, അപ്പോൾ മറ്റാരെങ്കിലും ഇതുപോലെ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറയാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്, ഞാനും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഇതുവരെയും അവളോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, എനിക്ക് എന്താണെന്നറിയില്ല, അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം വരുന്നു എന്ന് പറയുമ്പോൾ പ്രിയൻ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അത് അങ്ങനെയാണ് സാർ, നമുക്ക് പെട്ടെന്നൊന്നും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ കഴിയില്ല, പ്രത്യേകിച്ച് നമ്മളുടെ ഇഷ്ടം നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പറയാൻ നമുക്ക് കഴിയില്ല, ഇനി അഥവാ നമ്മൾ നമ്മളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ തന്നെ അത് അവൾ അംഗീകരിക്കാനും കുറച്ച് സമയമെടുക്കും, അത് അങ്ങനെയാണ്, നമ്മുടെ ഇഷ്ടം അവൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ആശങ്ക വരില്ലേ, അതിലെ ആ നടുവിലെ ഉള്ള സംഭവമാണ് നമ്മൾ കുറച്ച് കൂടുതൽ ആസ്വദിക്കേണ്ടത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ വെറുതെ ടൈം പാസിനെ സ്നേഹിക്കുന്നവരിലൊന്നും ഇങ്ങനെയുള്ള ആശങ്കയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കൈലാഷ് പറയാണ്, അത് പ്രിയ, നീ പറഞ്ഞത് ശരിയാണ്, സാർ എത്രയും പെട്ടെന്ന് സാർ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയോട് സാറിൻ്റെ ഇഷ്ടം തുറന്നു പറയണം എന്ന് പറയട്ടോ. സാറിന് ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ എന്തിനാ സാർ മടിച്ചു നിൽക്കുന്നത്, സാറ് എത്രയും പെട്ടെന്ന് അവളോട് സാറിൻ്റെ ഇഷ്ടം തുറന്നു പറയണം എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയനോട് കൈലാഷ് ചോദിക്കാൻ, അല്ല, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് എപ്പോഴാണ് നിന്റെ ഇഷ്ടം തുറന്നു
പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ല സാർ, ഞാൻ അങ്ങോട്ടാണ് അവൾ അറിയാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരി, അത് വല്ലാത്തൊരു അതിശയം തന്നെയാണല്ലോ. നീ എന്തായാലും നിന്റെ സ്നേഹം എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് തുറന്നു പറയാൻ വേണ്ടി നോക്ക് എന്ന് പറയട്ടോ കൈലാഷ്. അപ്പോൾ പ്രിയം പറയണേ, ആദ്യങ്ങളിലൊന്നും എന്നെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾക്ക്, ഇപ്പോൾ കുറേശ്ശെ എന്നോട് ഒരു ചെറിയ അലിവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോൾ കൈലാഷ് പറയണേ, നിന്നെ ആരാണ് സ്നേഹിക്കാത്തത്? നിന്നെ സ്നേഹിക്കാത്ത പെൺകുട്ടി ഈ ലോകത്തുണ്ടാവുമോ? നിനക്ക് അത്രയ്ക്കും നല്ല മനസ്സല്ലേ പ്രിയ എന്നൊക്കെ കൈലാഷ് പറയട്ടോ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈ കൊടുക്കുകയാണ്. സാറിന് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് സാറിന്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ തിരിച്ച് കൈലാഷും പ്രിയനെ ആശംസിക്കുകയാണ്. നിനക്കും എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ആശംസിച്ചുകൊണ്ട് കൈകൊടുത്തോട്ട് അങ്ങ് പിരിയുകയാണ്. രണ്ടുപേരും ഒരാളെയാണ് സ്നേഹിക്കുന്നത് എന്ന് അറിയാതെ. പിന്നീട് കൈലാഷ് സ്റ്റാഫുകളോട് സംസാരിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ മിത്രയും കരുണാകരനും അരവിന്ദനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മിത്രയും കരുണാകരനും കൈലാഷിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് സ്റ്റാഫുകളെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടി കൈലാഷ് തന്നെ എന്തിനാണ് സംസാരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കരുണാകരൻ സാറ് തന്നെ സംസാരിച്ചോളൂല്ലോ എന്ന് മിത്ര പറയുന്ന സമയത്ത്, അത് ശരിയാവില്ല, എൻ്റെ കമ്പനിയിലെ സ്റ്റാഫുകളോട് ഞാനാണ് ഈ ഒരു ഫംഗ്ഷനിൽ അവരെ ക്ഷണിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് കരുണാകരൻ പറയണ, അല്ല ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് എന്തിനാണ് അവർക്ക് ലീവ് കൊടുക്കുന്നത്? ഉച്ചവരെയെങ്കിലും അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൂടെ? അത്രയും ലാഭം കമ്പനിക്ക് ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണ, ആ ഒരു ലാഭം അത് വേണ്ട, കമ്പനി സ്റ്റാഫുകൾക്ക് ഒരു ദിവസം ലീവ് കൊടുത്തു എന്ന് കരുതി കമ്പനി ഒരിക്കലും നഷ്ടത്തിലൊന്നും പോവില്ല കരുണാകരൻ സാർ. പിന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റാഫുകളെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും, അത് ഒരിക്കലും സ്റ്റാഫുകളോട് നിങ്ങൾ ഇനി ചെയ്യരുത്, അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയട്ടോ. അപ്പോൾ അത് കരുണാകരന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൈലാഷ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ അരവിന്ദൻ കൈലാഷിന്റെ ഭാഗത്ത് നിന്നോട് സംസാരിക്കുകയാണ്, അത് ശരിയാണ് കരുണാകരൻ സാർ, ഒരിക്കലും സ്റ്റാഫുകളോട് ഇങ്ങനെ മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്, കൈലാഷിന് ഇഷ്ടമില്ലാത്തതൊന്നും കമ്പനിയിൽ കരുണാകരൻ സാർ ചെയ്യരുത് എന്ന് പറയട്ടോ. അപ്പോൾ കരുണാകരന് അതൊക്കെ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. PKR സാർ പോലും എന്നോട് ഇങ്ങനെ ഭരിക്കാറില്ല, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ മിത്രയ്ക്കും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ കൈലാഷ് സ്റ്റാഫുകളുടെ അടുത്തേക്ക് കൈലാഷും അരവിന്ദനും അങ്ങ് പോവാണ്. അപ്പോൾ മിത്ര കരുണാകരനോട് പറയണേ, താൽക്കാലം ഇപ്പോൾ നമുക്കിത് കണ്ടില്ല എന്ന് വെക്കാം കരുണാകരൻ സാർ എന്ന് പറഞ്ഞ് മിത്രയും കരുണാകരനും കൈലാഷിനൊപ്പം ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സ്റ്റാഫുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും പ്രിയൻ. എന്നിട്ട് കൈലാഷ് എല്ലാവരോടും സ്നേഹത്തോടു കൂടി കമ്പനിയുടെ ജൂബിലി ആഘോഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. നമുക്ക് അന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം, നിങ്ങളുടെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇനി ആ ഒരു ദിവസമാണ് കേട്ടോ പാർവതിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാൻ പോകുന്ന ആ ഒരു ദിവസം വരാൻ പോകുന്നത്. മുക്തയും അരവിന്ദനും കരുണാകരനും കൂടി പാർവതിക്ക് വലിയൊരു ചതി തന്നെയാണ് അന്നേ ദിവസം ഒരുക്കി വെച്ചിട്ടുള്ളത്.